ആ നാലാമത്തെ ചോദ്യം ആരുടെ വായിക്കാം? നിലയോട് വല്ല വായിക്കാൻ പറയാനോ? വായിച്ചായിരുന്നു. ഒന്നുകൂടെ വായിക്കോ ചോദ്യം. നാലാമത്തെ ചോദ്യം നിളയൊന്ന് വായിച്ചേ. ആ വായിച്ചോളൂ. ഇപ്പൊ ചോദ്യം ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ച്. ആരെ കുറിച്ചാണ്? ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നുള്ള വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നുള്ള വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ആ തരാം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തോ? ആ ഇനി ആൻസറിന് വേണ്ടിയിട്ട് എഴുതുക ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ആൻസറിന് വേണ്ടിയിട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്തോ നിളെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം? മൂന്ന് സൈഡും മൂന്ന് ആംഗിളും തുല്യമായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. മലയാളത്തിൽ നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയും. എന്താ പറയുന്നു? അങ്ങനെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നിങ്ങളൊന്ന് പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒന്ന് റഫായിട്ട് വരച്ചേ. പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ. ഇപ്പൊ പേന കൊണ്ട് റഫായിട്ട് വരച്ച, വീട്ടിൽ ചെന്ന് വരയ്ക്കുമ്പോ പെൻസിൽ കൊണ്ട് വരച്ചാൽ. നിങ്ങൾ ഇതിന്റെ എന്തെങ്കിലും മെഷർമെന്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? അപ്പൊ എഴുതുക വൺ സൈഡ് ഈക്വൽ, ഒരു വശം സമം എ ഈക്വൽ 12 സെന്റിമീറ്റർ ബ്രാക്കറ്റിൽ ഗിവൺ. ഇനി ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്, ഈ സമഭുജ ത്രികോണത്തിന് എന്ത് വരച്ചതായി വിചാരിക്കുക? ഒരു ഇൻസർക്കിൾ വരച്ചതായിട്ട് വിചാരിക്കാം, ഒരു അന്തർവൃത്തം വരച്ചതായിട്ട് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ്, ആരം കണ്ടുപിടിക്കണം. പക്ഷേ ഇൻസർക്കിളിന്റെ റേഡിയസ്, അന്തർവൃത്തത്തിന്റെ ആരം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ ബൈ. അപ്പൊ എന്തൊക്കെ വേണം നമുക്ക്? എയും വേണം എസും വേണം. എ എന്താണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ എസ് എന്താണ്? ഓക്കെ, നമ്മൾ ആദ്യം ഏരിയ കണ്ടുപിടിക്കാം. 9ാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നു? √3 a² ബൈ 4 എഴുതൂ. ഏരിയ ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ, ഏരിയ ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ, ഏരിയ ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ എന്റെ കൂടെ എഴുതിക്കോണം. √3 a² ബൈ, അപ്പൊ √3 ഇൻറ്റു a² 12² ഡിവൈഡഡ് ബൈ, അപ്പോ √3 ഇൻറ്റു 12 ഇൻറ്റു 12 ബൈ 4. 4ഉം 12 കൂടെ വെട്ടിയാൽ 3 കിട്ടും. 12 ഗുണം 3 36 √3 സെന്റിമീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ സെന്റിമീറ്റർ ആണ് ആരുടെ ഏരിയ? എഴുതാന് ആരെഴുതാൻ? ആരുടെ ഏരിയ? ബുക്ക് കാണിക്കും. ആരുടെ ഏരിയ? ആരുടെ ഏരിയ? ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി എന്തോ വേണം? സെമി പെരിമീറ്റർ വേണം. സെമി പെരിമീറ്റർ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? പെരിമീറ്റർ. അപ്പൊ എഴുതുക പെരിമീറ്റർ ഈക്വൽ, പെരിമീറ്റർ ഈക്വൽ പി ഈക്വൽ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്, 3 സൈഡും ഈക്വൽ ആണ്. അപ്പൊ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സൈഡിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടും? 3a ഈക്വൽ 3 ഇൻറ്റു എത്ര? 12. 3 ഇൻറ്റു 12 36 യൂണിറ്റ് സെന്റിമീറ്റർ. നമുക്ക് പെരിമീറ്റർ അല്ല വേണ്ടത്, സെമി പെരിമീറ്റർ. അപ്പൊ അടുത്ത വരിയിൽ സെമി പെരിമീറ്റർ ഈക്വൽ, സെമി പെരിമീറ്റർ ഈക്വൽ സെമി പെരിമീറ്റർ ഈക്വൽ, സെമി പെരിമീറ്റർ ഈക്വൽ എസ് ഈക്വൽ ടു p/2 ഈക്വൽ 36 ഡിവൈഡഡ് ബൈ 36 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 18.
ഇത്രയുണ്ടെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാം? റേഡിയസ്. അപ്പൊ എഴുതുക ഇൻ റേഡിയസ് ഇസ് ഈക്വൽ ടു ആർ ഈക്വൽ എ ബൈ എസ്. എത്രയാണ്? എത്രയാണ്? 12. 36√3 ബൈ എസ് എത്ര? 18. 36ഉം 18 കൂടെ വെട്ടിയാൽ 2. ആൻസർ 2√3. 2√3. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. എല്ലാരും എഴുതിയല്ലോ? ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പോ കൃഷ്ണാഞ്ജലി മാഡം ഒന്ന് എഴുന്നേൽക്ക. മാഡം 5ാമത്തെ ചോദ്യം ഒന്ന് വായിക്കൂ. വായിച്ചതിന് അർത്ഥം പറയൂ. ഒരു ട്രയാങ്കിളിന്റെ, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ 3 സൈഡുകളുടെ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 13, 14, 15. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ട്രയാങ്കിളിന്റെ ഒരു ഇൻസർക്കിൾ വരച്ചാൽ, ഒരു അന്തർവൃത്തം വരച്ചാൽ ആ ഇൻസർക്കിളിന്റെ, ആ അന്തർവൃത്തത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെ, ഇതിപ്പിച്ചിരി വലിയ മെഷർമെന്റ് ആയതുകൊണ്ട് ഇത്രയും വലുത് ചോദിക്കത്തില്ല. പകരം ഒരു 3 മെഷർമെന്റ് നിങ്ങൾക്ക് തന്നിട്ട് പറയും ആദ്യം ട്രയാങ്കിൾ വരയ്ക്കണം, ത്രികോണം എന്ത് ചെയ്യണം? വരയ്ക്കണം. രണ്ടാമതായിട്ട് നിങ്ങളോട് പറയും അതിന് ഇൻസർക്കിൾ വരയ്ക്കാൻ പറയും, അന്തർവൃത്തം വരയ്ക്കാൻ പറയും. 3ാമത്തെ ചോദ്യമാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. ചിലപ്പോൾ ചോദ്യം മെഷർ ഇറ്റ്സ് ഇൻ റേഡിയസ് എന്നായിരിക്കും. അന്തർവൃത്തത്തിന്റെ ആരം അളന്നെഴുതാനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അളന്നിട്ട് ഇത്ര സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി. ചിലപ്പോൾ സി പാർട്ട് അങ്ങനെ ആയിരിക്കത്തില്ല ചോദ്യം. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇൻ റേഡിയസ്. അന്തർവൃത്തത്തിന്റെ ആരം കണക്കാക്കാൻ പറഞ്ഞാൽ അളന്നല്ല എഴുതേണ്ടത്. ഇനി പറയുന്ന പോലെ വേണം എന്ത് ചെയ്യാനായിട്ട്, ചെയ്യാനായിട്ട്. തുടങ്ങാൻ ആരംഭിക്കാമല്ലോ. ആദ്യം ട്രയാങ്കിൾ ഒന്ന് റഫായിട്ട് വരച്ചേ. ആദ്യം ട്രയാങ്കിൾ ഒന്ന് റഫായിട്ട് വരയ്ക്കാം. ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കാം. വരച്ചോ? ട്രയാങ്കിൾ റഫായിട്ട് വരച്ചോ? ഓക്കെ. അപ്പൊ എന്റെ കൂടെ എഴുതി വരണം. ട്രയാങ്കിളിന്റെ 3 സൈഡിനെ നമ്മൾ എന്തെന്നൊക്കെയായിരുന്നു വിളിച്ചത് ഇന്ന് തുടങ്ങിയപ്പോ? എ ബി സി. അപ്പൊ എഴുതുക എ ഈക്വൽ 13, ബി ഈക്വൽ സി ഈക്വൽ. ഓക്കെ. അടുത്തത് എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ പറഞ്ഞാട്ടെ 13 പ്ലസ് 14 പ്ലസ് 15 ഡിവൈഡഡ് ബൈ ഇത് 3ഉം കൂടെ ഒന്ന് കൂട്ടിയിട്ട് ഉത്തരം പറഞ്ഞാട്ടെ 42 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു 21. ഓക്കെ. നമ്മളിത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇച്ചിരി ലെങ്ത് കൂടുന്നത്. ഇതെല്ലാം കൂടെ ഇക്വേഷനകത്തിലിട്ട് ചെയ്യാം. അപ്പൊ തെറ്റ് വരാൻ ചാൻസ് കൂടും. അത് ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ചെയ്യുന്നതേ ഉള്ളൂ. പറഞ്ഞാട്ടെ എസ് മൈനസ് എ. പറഞ്ഞാട്ടെ 21 മൈനസ് 13 8. അടുത്തത് എസ് മൈനസ് ബി 21 മൈനസ് 14 7. അടുത്തത് എസ് മൈനസ് സി 21 മൈനസ് 15 ഈസ് ഈക്വൽ ടു 6. ഇത്ര എഴുതിയല്ലോ എല്ലാരും? അപ്പൊ നമ്മൾ എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി എന്നീ ആളുകളെ കണ്ടുപിടിച്ചു. ഇതെന്തിനാ കണ്ടുപിടിച്ചെന്നല്ല അറിയാവോ? നമ്മുടെ ഹെറോൺസ് ഫോർമുലയിൽ എന്തുവായിരുന്നു?
ആ ഏരിയ ഈക്വൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എന്റെ കൂടെ എഴുതണം കേട്ടോ, എന്റെ കൂടെ എഴുതണം. ഈക്വൽ റൂട്ട് ഓഫ് എസിന്റെ വില 21 ഇൻറ്റു എസ് മൈനസ് എ 8, എസ് മൈനസ് ബി എസ് മൈനസ് സി. ഇനി ഇതെല്ലാം കൂടെ നിരത്തി പിടിച്ച് ഗുണിക്കരുത്, പകരം ഇതെല്ലാം ഫാക്ടറൈസേഷൻ ചെയ്ത് ചെറിയ ചെറിയ നമ്പർ ആക്കണം കേട്ടോ. ആദ്യം 21 സൈഡിലോട്ട് മാറ്റി എഴുതിക്കേ. 21 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട്. പറഞ്ഞാട്ടെ, 3 7 3 7, അപ്പൊ അത്രേ പറ്റത്തുള്ളൂ. ഈക്വൽ റൂട്ടിനകത്ത് 3 ഇൻറ്റു 7 ഇൻറ്റു. ഇനി ആരെ ഫാക്ടറൈസേഷൻ നടത്തണം? 8നെ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 4 8 2 2, അപ്പൊ റൂട്ടിനകത്ത് 2 ഇൻറ്റു 2 ഇൻറ്റു 2. 7നെ എങ്ങനെ ഫാക്ടറൈസേഷൻ നടത്തും? അതേപോലെ അങ്ങനെ എഴുതിയാൽ മതി. കാരണം അതൊരു പ്രൈം നമ്പറാണ്. ഇനി അടുത്തത് 6നെ എങ്ങനെ ഫാക്ടറൈസേഷൻ നടത്തും? 2 ഇൻറ്റു 7ാം ക്ലാസ്സിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമോ എങ്ങനെയാ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന്? എങ്ങനെയായിരുന്നു? ഒരേപോലെയുള്ള രണ്ട് പേരെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരാളിനെ ഒരേപോലെയുള്ള 2 പേരെ ഗ്രൂപ്പ് ആക്കിയിട്ട് അതിൽ നിന്ന് ഒരാളിനെ റൂട്ടിന് പുറത്തോട്ട് എടുക്കും അല്ലേ? 2 3-നകത്തിൽ നിന്ന് ഒരു 3, 2 7-നകത്തിൽ നിന്ന് ഒരു 7, 2 2-നകത്തിൽ നിന്ന് ഒരു 2, അടുത്ത 2 2-നകത്തിൽ നിന്ന്. ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി. 3 ഗുണം 7 21 ഇൻറ്റു 2 42, 42 ഇൻറ്റു 2 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ, പരപ്പളവ്. അത്ര ഓക്കെ ആയോ? അത്ര ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. ഇനി വേറെ എന്തോ കൂടി കണ്ടുപിടിക്കണമെന്ന്. A/S ആണ്. അതിലെന്ത് കിട്ടി? ഇപ്പം എ കിട്ടി. എസ് കിട്ടിയോ? കിട്ടിയില്ലേ? എസ് കണ്ടുപിടിച്ചിട്ടല്ലേ ബാക്കിയെല്ലാം കണ്ടുപിടിച്ചത്. അപ്പൊ എഴുതുക, ഇൻ റേഡിയസ് ഈക്വൽ അന്തർവൃത്തത്തിന്റെ ആരം സമം R ഈക്വൽ A/S. എ എത്രയാണ്? എത്ര? ഏരിയ 84. എസ് എത്ര? 84 ഡിവൈഡഡ് ബൈ 21. എത്ര? 4. യൂണിറ്റ് സെന്റിമീറ്റർ. അപ്പോ പരീക്ഷയ്ക്ക് ഒരു ഇൻസർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ട് അതിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ മെത്തേഡിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ആദ്യത്തെ ഈ കണക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ആറാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ വർഷേ. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? നമ്മൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഇൻസർക്കിൾ അന്തർവൃത്തവും വരയ്ക്കുന്നു, സർക്കിൾ പരിവൃത്തവും വരയ്ക്കുന്നു. അതെന്താണെന്ന് പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരാം. ബോർഡിലേക്ക് നോക്കിയിരിക്കുക എല്ലാവരും. ആരുടെ കാര്യം പറയുന്നത്? ഹലോ, ആരുടെ കാര്യം പറയുന്നത്?
ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം. ഞാൻ എന്ത് പേര് കൊടുത്തു? എബിസ്. ഇതിന് എന്ത് വരച്ചിട്ടുണ്ട്? ഇൻ സർക്കിൾ, അന്തർവൃത്തം വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിന് എന്ത് വരയ്ക്കണം? ഒരു സർക്കം സർക്കിൾ വരയ്ക്കണം. അത് 9ാം ക്ലാസ്സിൽ പഠിച്ചതാ. എന്തോ ഈ സർക്കം സർക്കിൾ അഥവാ പരിവൃത്തം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ വെർട്ടീസസിലൂടെയും കടന്നു പോകുന്ന സർക്കിളിനെ വിളിക്കുന്ന പേരാണ്. ഇനി ഒരു പ്രത്യേക പോയിന്റ് ശ്രദ്ധിച്ചോണം. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്, ഒരു സമഭുജ ത്രികോണത്തിനെ സംബന്ധിച്ച് ഈ ഇൻസർക്കിൾ അന്തർവൃത്തത്തിന്റെ കേന്ദ്രവും ഈ സർക്കം സർക്കിൾ ഇതിന്റെ പരിവൃത്തത്തിന്റെ കേന്ദ്രവും ഒന്ന് തന്നെ ആയിരിക്കും. ഒന്ന് തന്നെ എന്നുവെച്ചാൽ ആ ഒരൊറ്റ പോയിന്റിൽ കോമ്പസിന്റെ മുന കുത്തിയാണ് എന്തൊക്കെ വരയ്ക്കുന്നത്? ഇൻസർക്കിൾ വരയ്ക്കുന്നതും സർക്കം സർക്കിൾ വരയ്ക്കുന്നതും അന്തർവൃത്തം വരയ്ക്കുന്നതും പരിവൃത്തം വരയ്ക്കുന്നതും. അത്ര ഓക്കെ ആയല്ലോ. ഇനി അവരെന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? ഇൻസർക്കിളിന്റെ റേഡിയസ് സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ ഹാഫ് ആണെന്ന് തെളിയിക്കണം. സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ ഹാഫ് ആണ് ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നിലവിലത്തെ പടത്തിൽ ഈ ഇൻസർക്കിളിന്റെ റേഡിയസോ സർക്കം സർക്കിളിന്റെ റേഡിയസോ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അവരെ ഒന്ന് വരയ്ക്കുന്നു. OM ഇതാരാ? ഇൻസർക്കിളിന്റെ റേഡിയസ്. OA ഇതാരാ? സർക്കം സർക്കിളിന്റെ. അപ്പൊ എന്തോ തെളിയിക്കേണ്ടത്? ഈ OM എന്ന് പറയുന്നത് ഈ OAയുടെ എന്താണെന്ന് തെളിയിക്കണം. ഹാഫ് ആണ്, പകുതിയാണ് എന്ന് എന്ത് ചെയ്യണം ലക്ഷ്മിപ്രിയെ? തെളിയിക്കണം. ഒന്നുമില്ല, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഫോട്ടോ കോപ്പിയൊക്കെ മാറ്റി വെച്ച് ബോർഡിലേക്ക് നോക്കിയിരിക്കും. ഇവിടെ നിങ്ങൾക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കാണാൻ സാധിക്കും. എന്തോ അതിന്റെ പേര്? OMA. ML എത്ര ഡിഗ്രി? 90. ഈ എയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60. ആര് പറഞ്ഞു? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് കൃഷ്ണജിത്തെ എല്ലാ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ആയിരിക്കും. പക്ഷേ ആ 60 മൊത്തത്തിൽ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് എത്ര ആയിരിക്കും? 30. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 60. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പഠിച്ച ചാപ്റ്റർ എന്തുവാ? ട്രിഗണോമെട്രി. ആ പാഠത്തിന്റെ 1ാമത്തെ സെക്ഷന് നമ്മൾ പഠിച്ചു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ആംഗിളുകൾ 30, 60, 90 എന്നിങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡുകൾ, ഇതിന്റെ വശങ്ങൾ 1:√3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ 30-നെതിരെ വേണം 1 വരാൻ. 30-നെതിരെ വേണം 1 വരാൻ. നമ്മുടെ പടത്തിൽ 30 എവിടെ കിടക്കുന്നു? എയിൽ. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നയാള് OM. 60-ന്റെ ഓപ്പോസിറ്റ് √3. നമ്മുടെ പടത്തിൽ 60 എവിടെ കിടക്കുന്നു? Oയിൽ. അതിന്റെ ഓപ്പോസിറ്റ് AM. 90-നെതിരെ വേണം 2 വരാൻ. നമ്മുടെ പടത്തിൽ 90 എവിടാണ്? EMയില്. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് OA. ഇതിൽ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? OM-ഉം OA-യും. വേണ്ട OM, വേണ്ട OA. OM 1 വരുമ്പോൾ OA എത്ര വരുന്നു എന്ന് വെച്ചാൽ OM-ന്റെ ഇരട്ടിയാണ് OA. തിരിച്ചു പറഞ്ഞാൽ OA-യുടെ പകുതിയാണ്. ഇനി OA-യും OM-ഉം ഒക്കെ ആര്? OM എന്ന് പറയുന്നത് ഇൻസർക്കിളിന്റെ റേഡിയസ്. OA എന്ന് പറയുന്നത് അപ്പൊ ഇൻസർക്കിളിന്റെ റേഡിയസ് സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയല്ലേ? അന്തർവൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയല്ലേ? ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. നോട്ടിനകത്തിൽ നോക്കി വായിച്ചു നോക്കാം. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.